നമസ്കാരം, നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃത്താല പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു. തൃത്താല മണ്ഡലത്തിലെ PWD റോഡുകളുടെ തകർച്ച പരിഹരിക്കുക, റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക, യാത്രാദുരിതം പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഈ മണ്ഡലത്തെ പട്ടാമ്പി MLA ആയിരുന്ന ശ്രീ CP മുഹമ്മദിന്റെയും ശുപാർശ പ്രകാരം ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ്. ഒരു പ്രഖ്യാപനമായിരുന്നില്ല. അതിന്റെ തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമേ 120 കോടി രൂപയാണ് ബജറ്റിലൂടെ ഈ റോഡിന് വേണ്ടി 2016 ഗവൺമെന്റ് അനുവദിച്ചത്. പക്ഷേ ആ പ്രഖ്യാപനത്തിന്റെ മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ വന്നു, ഗവൺമെന്റ് മാറി, ഈ റോഡ് നേരെ കിഫ്ബിയിലേക്ക് കൊടുത്തു. അവിടെ കിടക്കുകയാണ്. 5 വർഷം ഞാൻ പണിപ്പെട്ടു, നിരവധി മീറ്റിംഗ് വിളിച്ചു, നിരവധി തവണ നിയമസഭയിൽ ഉന്നയിച്ചു, പരിഹാരമായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് MP രാജേഷടക്കം പറഞ്ഞത് MLA കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്, MLA വേണ്ട ഫോളോഅപ്പ് നടത്താത്തത് കൊണ്ടാണ് സർക്കാർ എല്ലാ സ്ഥലങ്ങൾക്കും കിഫ്ബി പദ്ധതികൾ അനുവദിക്കുന്നുണ്ട്, തൃത്താലയ്ക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇവിടുത്തെ MLA ഗവൺമെന്റായതുകൊണ്ടാണ് എന്നായിരുന്നു അന്ന് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നത്. ആ ഇലക്ഷന് ശേഷം അദ്ദേഹം ജനപ്രതിനിധിയായി, സ്പീക്കറായി, മന്ത്രിയായി 3.5 വർഷമാകുന്നു. ഇതുവരെയും ആ റോഡിന്റെ കാര്യത്തിൽ എന്തായി എന്നുള്ളതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ CT സേതലവി, PV മുഹമ്മദ് അലി, P റഷീദ, ST നിസാർ, M മണികണ്ഠൻ, V മുഹമ്മദ് കുഞ്ഞി, PM മോഹൻദാസ്, VP ഇബ്രാഹിംകുട്ടി, MC സത്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ പട്ടാപ്പകൽ മോഷണം. പള്ളിപ്പുറം റോഡിലുള്ള ലോട്ടറി കടയിലായിരുന്നു മോഷണം നടന്നത്. സ്ഥാപന ഉടമയുടെ ശ്രദ്ധയിൽപ്പെടാതെയായിരുന്നു കടയിൽ കയറി പണം മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ ഭുവനേശ്വരി ലോട്ടറി കടയിൽ മോഷണം നടന്നത്. രാവിലെ കടയുടമ ലോട്ടറി വിൽപ്പനയുടെ ഭാഗമായി കടയ്ക്ക് സമീപത്തെ റോഡരിയിലേക്ക് നീങ്ങി ലോട്ടറികൾ കൊടുക്കുന്നതിനിടെയായിരുന്നു യുവാവ് ഉടമയുടെ ശ്രദ്ധയിൽപ്പെടാതെ കടയ്ക്കുള്ളിൽ കയറി പറ്റിയത്. തുടർന്ന് കടയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ചു. ഉടമ ലോട്ടറി എടുക്കാൻ കട മുന്നിലേക്ക് എത്തുമ്പോഴും യുവാവ് കടയ്ക്കകത്ത് തന്നെ നിലനിൽക്കുന്ന കാഴ്ചയും നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യമായിരുന്നു. തുടർന്ന് കടയുടമ വീണ്ടും ലോട്ടറി വിൽപ്പനയ്ക്കായി നീങ്ങിയപ്പോഴാണ് യുവാവ് കടയിൽ നിന്നും ഇറങ്ങിപ്പോയത്. വൈകിട്ട് കടയുടമ പരിശോധിച്ചപ്പോഴാണ് പണം അപഹരിച്ച കാര്യം മനസ്സിലായത്. തുടർന്ന് സമീപത്തെ നിരീക്ഷണ ക്യാമറയിലാണ് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കാണാനായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാമൂഹ്യ സേവന വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനയായ സഹൃദയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദവട്ടം പരിപാടി സംഘടിപ്പിക്കും. ജൂലൈ 14 രാവിലെ 9 മണിക്ക് ചാത്തന്നൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ 3 പതിറ്റാണ്ടിലേറെയായി ആതുര ചികിത്സാ രംഗത്ത് സേവനം അനുഷ്ഠിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ ഡോക്ടർ E സുഷമയെ ആദരിക്കും. ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, മഹാകവി ഇടശ്ശേരിയുടെ മകനും പാലിയേറ്റീവ് സംസ്ഥാനതല ഡയറക്ടറുമായ ഡോക്ടർ ദിവാകരൻ, E മാധവൻ ഇടശ്ശേരി, VT വാസുദേവൻ മാസ്റ്റർ, ഡോക്ടർ V സേതുമാധവൻ തുടങ്ങി വിവിധ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ചാലിശ്ശേരി പെരുമണ്ണൂർ GLP സ്കൂളിനടുത്ത് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കാൻ മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. CCTV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റാത്തതിനാൽ കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമ ടീച്ചറുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം CCTV പുറത്തുവിട്ടിരുന്നു. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചുമാറ്റാൻ മന്ത്രിയുടെ ഓഫീസ് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നീക്കം ആരംഭിച്ചതായി വാർഡ് മെമ്പർ സരിത വിജയൻ പറഞ്ഞു. കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കം ചെയ്യുന്നതുവരെ അംഗൻവാടിക്ക് അവധി നൽകാനാണ് ലഭിച്ച നിർദ്ദേശമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇന്നലെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വന്ന് സ്ഥലം സന്ദർശിച്ചു.
അതിനുശേഷം ഒരുപാട് രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അംഗൻവാടി ടീച്ചറിട്ട വോയിസ് പ്രകാരം അത് മാധ്യമങ്ങൾ അറിഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെത്തി. മന്ത്രി അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്ന് സെക്രട്ടറിക്ക് അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരയ്ക്ക് അംഗൻവാടി അടച്ചിടാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. CCTV ന്യൂസ് തൃത്താല. ബസ്സിൽ നിന്നു കിട്ടിയ 1.5 പവന്റെ സ്വർണ്ണ പാദസരവും മറ്റൊരവസരത്തിൽ 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണും യഥാർത്ഥ ഉടമയ്ക്ക് നൽകി സത്യസന്ധതയുടെ നിറകുടമായി മാറിയ കണ്ടക്ടർ ആബിദിനും ഡ്രൈവർ റിച്ചാർഡിനും ചാലിശ്ശേരി ഡ്രൈവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മെയിൻ റോഡ് സെന്ററിൽ സ്വീകരണവും ആദരവും നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO K സതീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ KA ഡേവി എന്നിവർ ചാലിശ്ശേരി ഡ്രൈവേഴ്സിന്റെ ആദരവായി ആബിദിനും റിച്ചാർഡിനും പൊന്നാടയണിയിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, ഓട്ടോ, ടാക്സി, ബസ് ഡ്രൈവേഴ്സ്, യാത്രക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ശങ്കർ ബസ്സിലെ ജീവനക്കാരാണ് ആബിദും റിച്ചാർഡും. പത്തിരിപ്പാലയിൽ നിന്നും കണ്ണിയമ്പുറത്തേക്ക് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൂക്കാട്ടുകുന്ന് സ്വദേശി റസിയയുടെ 2 പവനോളം വരുന്ന സ്വർണ്ണപാദസരം നഷ്ടപ്പെടുന്നത്. ബസ്സിൽ കയറുന്നതിനിടെ ചെരുപ്പ് പുറത്തേക്ക് തെറിച്ചതോടെ ബസ്സിൽ നിന്നും തിരിച്ചിറങ്ങേണ്ടി വന്നപ്പോഴാണ് പാദസരം നഷ്ടമായത്. അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു. നേരത്തെ പൂക്കാട്ടുകുന്നിൽ നിന്ന് പത്തിരിപ്പാലയിലേക്ക് യാത്ര ചെയ്ത സ്വകാര്യ ബസ്സിലാകും ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക എന്ന നിഗമനത്തിലായിരുന്നു ആദ്യഘട്ട തിരച്ചിൽ. സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട വിവരം പിന്നീട് ഒറ്റപ്പാലം പോലീസിലും അറിയിച്ചു. ഇതിനിടെയാണ് യുവതി കയറാൻ ശ്രമിച്ച ശങ്കർ ബസ്സിലെ കണ്ടക്ടർക്ക് ചവിട്ടുപടിയിൽ നിന്ന് പാദസരം ലഭിച്ചത്. ഇവർ ആഭരണം ജീവനക്കാരുടെ സംഘടനയായ പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് വഴി ഒറ്റപ്പാലം പോലീസ് മുഖേന യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറുകയുമാണ് ഉണ്ടായത്. ആബിദിന്റെയും റിച്ചാർഡിന്റെയും സത്യസന്ധതയെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും സബ് ഇൻസ്പെക്ടറും പ്രത്യേകം പ്രകീർത്തിച്ചു. CCTV ന്യൂസ് തൃത്താല. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഒപ്പുമതിൽ സമരം സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം CA സാജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം വഴിമുട്ടിക്കുകയാണെന്ന് ആരോപിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതമായി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പട്ടാമ്പി നഗരസഭാ ഓഫീസിൽ നടന്ന സമരം മുസ്ലിം ലീഗ് നേതാവ് CA സാജിദ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ പദ്ധതി പൂർത്തീകരിച്ച് മാർച്ച് 31 മുമ്പ് ആ പദ്ധതികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഫണ്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ മാസങ്ങളായുള്ള നിരന്തര പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ പ്രയത്നിച്ച് മാർച്ച് 25-ന് 2024 മാർച്ച് 25-ന് 2024 മാർച്ച് 25-ന് ഓരോ സംസ്ഥാനത്തുടനീളമുള്ള ട്രഷറികളിൽ സമർപ്പിച്ച ബില്ലുകൾ 1125 കോടിയോളം രൂപയുടെ ബില്ലുകൾ ഏപ്രിൽ മാസത്തിൽ അതിന് പൈസ ലഭ്യമാക്കാതെ, അതിൻ്റെ തുക ലഭ്യമാക്കാതെ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള 1000 കോടി രൂപയിലധികമുള്ള തുക ഇപ്പോഴും തടഞ്ഞു വച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ 100% എന്നുള്ളത്, അല്ലെങ്കിൽ അവർ കാലങ്ങളായുള്ള പ്രയത്നങ്ങളുടെ പേരിൽ ചെയ്തു വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇത്തരം പദ്ധതികൾ ഇല്ലാതാക്കുന്ന, ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, SC കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള റിപ്പയറിങ്ങിൻ്റെ ഫണ്ട് പോലും സമയബന്ധിതമായി നൽകാൻ കഴിയാത്ത പ്രയാസത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ.
അതോടൊപ്പം തന്നെ ഇവിടെ ഉയർത്തുന്ന മറ്റു 2 മുദ്രാവാക്യങ്ങൾ, ഒന്ന് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അട്ടിമറിയാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ, അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അട്ടിമറി തന്നെ നടത്തുന്ന നിലപാടുകൾ, ഇത്തരം നിലപാടുകൾ ഇവിടെ ഞങ്ങൾ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ കളക്ടർക്ക് ഉൾപ്പെടെയുള്ള നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സി എ റാസി അധ്യക്ഷനായിരുന്നു. സൈദലി വടക്കേതിൽ, കെ ആർ നാരായണസ്വാമി, എം കെ മുഷ്താഖ്, സി സംഗീത, ടി പി ഉസ്മാൻ, പി ഷാഹുൽ ഹമീദ്, മുസ്തഫ, പ്രകാശൻ, ഷുക്കൂർ, മൻസൂർ പാലത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ജി വിജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം പട്ടാമ്പി നക്ഷത്ര റീജൻസിൽ വെച്ചാണ് നടത്തിയത്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു ഡിവിഷൻ സമ്മേളനം നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി ജി വിജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു തീരുമാനത്തിലെത്തുന്നതിനോ അല്ലെങ്കിൽ അതിനകത്ത് ഗവൺമെന്റോ ബോർഡ് തലത്തിലോ അതൊരു തീരുമാനമെടുത്ത് നമുക്ക് മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പെൻഷൻ സംഘടനയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നാളെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇടയ്ക്കും നമ്മൾ മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി തലത്തിലും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടന്നിട്ടില്ല. ത്രികക്ഷി കരാർ പ്രകാരം ഉണ്ടായിട്ടുള്ള വ്യവസ്ഥ പ്രകാരം പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ത്രികക്ഷി കരാറിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം. എന്താണ് ത്രികക്ഷി കരാറിൽ ആരൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്? ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ബോർഡ് മാനേജ്മെന്റ്, ബോർഡിലെ തൊഴിലാളി ഓഫീസർ സംഘടനകള്, ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഇതാണ് ത്രികക്ഷി കരാർ. അതിൽ പെൻഷൻ സംഘടനയുടെ പ്രതിനിധികൾ ഒപ്പിട്ടിട്ടില്ല. പെൻഷൻ സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് ആരും ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ജീവനക്കാരെയും ഓഫീസർമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട്. ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അന്ന് കണക്കാക്കിയിരുന്ന 12,000-ഓളം വരുന്ന കോടി രൂപ അതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കെ രാമനുണ്ണി അധ്യക്ഷനായിരുന്നു. കെ ശിവശങ്കരൻ, കെ സി മോഹൻദാസ്, എം രാമചന്ദ്രൻ, പ്രസാദ് മാത്യു, കെ നാരായണൻ, കെ ശശീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറിപ്പോകുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO കെ സതീഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 1.5 വർഷമായി സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. KMPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് കെ സതീഷ് കുമാറിനെ സ്നേഹോപഹാരം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മേഖലാ കമ്മിറ്റി അംഗം CP കരീം എന്നിവരും സ്റ്റേഷൻ ഓഫീസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ കുരുക്കിൽ തദ്ദേശ ഭരണം വഴിമുട്ടുന്നു എന്നാരോപിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പരുതൂർ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ചു. പരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PTM ഫിറോസ് ഒപ്പുമതിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ AKM അലി, അനിതാ ചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാക്കന്മാരായ സുലൈമാൻ ബാവ, രാമചന്ദ്രൻ, ലത്തീഫ് കരുവാൻപടി തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം നമുക്ക് 2 കോടിയോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് 2023-24 വർഷത്തിലായി നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ലഭ്യമാകേണ്ടത്. ഇങ്ങനെ സമയാസമയത്ത് ലഭ്യമാകാതെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എടുത്ത വർക്കിന് പോലും ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പദ്ധതി നിർവഹണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്നത് വഴി സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കാൻ നന്നേ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നമ്മുടെ സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് 2023-24 നമുക്ക് തരാനുള്ള ബഡ്ജറ്റ് വിഹിതം എത്രയും പെട്ടെന്ന് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ 24-25 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിനുള്ള നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തരികയും ചെയ്യണം എന്നാണ് നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.